എന്താണ് 10-7-1 SIP റൂൾ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വിറ്റി ഫണ്ട് SIPയുടെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യണോ? Then check out 10-7-1 rule, which focuses on market volatility, investment horizon, and long-term wealth creation. Let's understand this rule. First, 10% annual market correction. സ്റ്റഡീസ് പറയുന്നത് 2004-ലും 2014-നും ഇടയിൽ S&P BSE 500 ഇൻഡെക്സിൽ 16 ഡിഫറെൻറ്റ് കറക്ഷൻസ് വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഓഫ് 9.6% ഓർ മോർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 10% ആനുവൽ കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം, which helps you accumulate equity fund units at lower NAVs. Second, continue your SIP for at least 7 years. മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഒരു സ്റ്റഡി പറയുന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 7 വർഷത്തേക്കെങ്കിലും ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ SIP കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് 12% റിട്ടേൺ കിട്ടും. തേർഡ്, ആനുവൽ ഇൻക്രീസ് ഓഫ് SIP ഇൻസ്റ്റാൾമെന്റ്സ്. ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആവുന്നതിലൂടെ നിങ്ങളുടെ ഇൻകവും കൂടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ SIPയുടെ ഇൻസ്റ്റാൾമെന്റ്സ് ഇൻക്രീസ് ചെയ്യുക. ഇവിടെ 1 സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ SIPയുടെ ഇൻസ്റ്റാൾമെന്റ്സ് 10% എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്യുക, so that your wealth can grow in the long term. ഈ ടേബിൾ കാണിക്കുന്നത് നിങ്ങൾ 10% SIP എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്താൽ നിങ്ങളുടെ വെൽത്തിന്റെ ഗ്രോത്തിനെ എങ്ങനെ സിഗ്നിഫിക്കൻ്റ്ലി എഫക്ട് ചെയ്യുന്നതാണ്. So, what do you think of this rule? Let us know in the comments.